അതെ, ഇന്ന് നമുക്ക് നല്ലൊരു ബീൻസ് തോരൻ ഉണ്ടാക്കാവേ. ബീൻസ് തോരൻ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു അരമുറി സവോളയാണ്, അത് ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് സവോളയൊന്ന് ഏകദേശം ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കാം. ഞാനൊരു മിക്സഡ് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, 2-3 പീസ് കറിവേപ്പില. ഇതിൽ വെളുത്തുള്ളിയോ ജീരകമോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്തേക്കിന് ഒന്ന് ചതച്ചെടുക്കണം അത്. അപ്പോൾ ആ സമയം നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ആ വെന്ത ബീൻസ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് തുറക്കുക. അപ്പോൾ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. താങ്ക് യു.